നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന സസ്യം പനിക്കൂർക്ക അല്ലെങ്കിൽ കഞ്ഞിക്കൂർക്ക എന്നതാണ്. ഈ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് പനിക്കാണ്. ലാമിയേസി ഫാമിലിയിൽ പെടുന്ന ഈ സസ്യത്തിൻ്റെ ശാസ്ത്രനാമം കോളിയസ് അംബോയിനിക്കസ് എന്നതാണ്. സാധാരണ വീട്ടുവളപ്പിൽ വളർത്തുന്ന ഒരു ചെടിയാണിത്. വീട്ടമ്മമാർ ഗൃഹവൈദ്യത്തിന് ഉപയോഗിക്കുന്ന പ്രധാന ഒരു ഔഷധ സസ്യം കൂടിയാണിത്. സംസ്കൃതത്തിൽ ഇതിനെ പാഷാണഭേദ, പാഷാണമേധ, പർണയവാനി എന്നെല്ലാം പറയും. ഏകദേശം 30 തൊട്ട് 90 സെൻറ്റിമീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഒരു സസ്യമാണിത്. ഇതിൻ്റെ ഇലയും തണ്ടും രോമാവൃതമാണ്. ഇലയ്ക്ക് ഏകദേശം 5 സെൻറ്റിമീറ്ററോളം നീളം വരും. ഇലയിൽ ഒരു ബാഷ്പശീലമുള്ള ഒരു തൈലവുമുണ്ട്. അതിൻ്റെ പ്രധാന ഘടകം കാർവക്രോൾ എന്നൊരു രാസപദാർത്ഥമാണ്. ഇതിൻ്റെ ഔഷധത്തിന് ഉപയോഗിക്കുന്ന പ്രധാന ഭാഗങ്ങൾ ഇലയും തണ്ടുമാണ്. ഇതിൽ അനേക തരത്തിലുള്ള അനേകം പുഷ്പങ്ങളും കാണപ്പെടാറുണ്ട്. കുട്ടികൾക്കുണ്ടാകുന്ന ചുമ, പനി, വയറുവേദന തുടങ്ങിയ അസുഖങ്ങൾക്ക് ഇതിൻ്റെ ഇലയുടെ നീരെടുത്ത് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഗ്രഹണീ രോഗമുള്ളവർക്ക് ഇല അരച്ച് ഉഴുന്നുമാവിലോ ഗോതമ്പ് പൊടിയിലോ ചേർത്ത് വട ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ രോഗശാന്തി ഉണ്ടാകുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതിൻ്റെ കൂടുതൽ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ആചാര്യൻ ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നിങ്ങളോട് വിശദീകരിക്കുന്നതാണ്. പനിക്കൂർക്ക അല്ലെങ്കിൽ കഞ്ഞിക്കൂർക്ക എന്ന ചെടിയെപ്പറ്റി പറഞ്ഞു. ഒരു വീട്ടിൽ ഒരു കഞ്ഞിക്കൂർക്കയോ അല്ലെങ്കിൽ പനിക്കൂർക്കയോ വേണമെന്നുള്ളതാണ് പണ്ടത്തെ നിയമം, പ്രത്യേകിച്ച് കുട്ടികളുള്ള വീട്ടിൽ. ഈ കുട്ടികളിലാണ് ഇതിൻ്റെ പ്രയോഗം കൂടുതൽ. കുട്ടികൾക്ക് ഉണ്ടാകുന്ന പനിക്ക് ഈ കഞ്ഞിക്കൂർക്കയുടെ അല്ലെങ്കിൽ പനിക്കൂർക്കയുടെ നീരെടുത്തിട്ട് ലേശം തേൻ ചേർത്ത് അകത്തേക്ക് കൊടുക്കുക. അപ്പോൾ ഈ ജലദോഷത്തിന് മൂക്കടഞ്ഞ് ജലദോഷം ഉണ്ടാകുമ്പോൾ കുട്ടികൾക്ക് ഔഷധം പ്രയോഗിക്കാൻ വളരെ വിഷമമാണ്. ആ സമയത്ത് ഈ പനിക്കൂർക്കയുടെ ഒരു ഇല എടുത്തിട്ട് വാട്ടിയിട്ട് നേരെ നെറുകയിൽ വെച്ച് 10 മിനിറ്റ് വെച്ചാൽ മതി. ആ ജലദോഷം അപ്പം നിൽക്കും. അതുപോലെ ഇതിൻ്റെ സ്വരസം അകത്തേക്കും കൊടുക്കാം. പിന്നെ ഈ ഒരു 2-3 വയസ്സായ കുട്ടികൾക്കൊക്കെ ഇതിൻ്റെ ഒരു പ്രയോഗമുണ്ട്. കഞ്ഞിക്കൂർക്ക എങ്ങനെ അകത്തേക്ക് ആക്കണം. അതിന് ഈ അരിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തൊരു കുഴമ്പുണ്ടാക്കിയിട്ട് അതിൽ ഈ ഇല അതിൽ മുക്കിയിട്ട് ഈ വട ഉണ്ടാക്കും പോലെ വട ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് കടിക്കാൻ കൊടുക്കുക. ആ കുട്ടികളുടെ വയറിന് നല്ലതാണ്, വയറ്റിലുണ്ടാകുന്ന കൃമിക്ക് നല്ലതാണ്, ദഹനശക്തിയും കൂട്ടും. ആ കുട്ടികൾക്ക് വളരെ ടേസ്റ്റോടുകൂടി കഴിക്കാവുന്നതുമാണ് പനിക്കൂർക്ക. കരിക്കൂർക്ക വലിയ ആൾക്കാർക്കും കൊടുക്കാം. ഈ സ്വരസം എടുത്ത് തേൻ ചേർത്ത് കൊടുത്താൽ ഈ കാസശ്വാസം കുറയും, വയറിന് ദീപനമാണ്, ദഹനരസം കൂട്ടും.